കാലിക്കറ്റ് സർവകലാശാലയിലെ മലയാളം BA സിലബസിൽ വേടൻ്റെ പാട്ടും വേറെ ഒരു കഥകളി സംഗീതവും ഉൾപ്പെടുത്തിയതിനെപ്പറ്റി, പ്രധാനമായിട്ടും വേടൻ്റെ പാട്ട് ഉൾപ്പെടുത്തിയതിനെപ്പറ്റി 4-5 പരാതികളുണ്ടായിരുന്നു. VC കൊടുത്ത പരാതിയാണ്. അപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്താണ് സംഗതി എന്ന് പഠിക്കാൻ വേണ്ടി ഡോക്ടർ MM ബഷീറിനെ ഏകാംഗ കമ്മീഷനായിട്ട് കാലിക്കറ്റ് വൈസ് ചാൻസലർ നിശ്ചയിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠന റിപ്പോർട്ടിലെ നിഗമനങ്ങൾ വളരെ സാങ്കേതികമാണ്. വേടൻ്റെ പാട്ട് പഠിപ്പിക്കണമെന്നോ പഠിപ്പിക്കേണ്ടെന്നോ അല്ല അതിൽ പറഞ്ഞത് വേടൻ്റെ റാപ്പ് സംഗീതവും മൈക്കിൾ ജാക്സൻ്റെ പോപ്പ് സംഗീതവും കൊടുത്തിട്ട് അത് താരതമ്യപ്പെടുത്താനാണ് കുട്ടികളോട് പറഞ്ഞത്. ആ താരതമ്യം കുട്ടികളെ സംബന്ധിച്ച് വലിയ ഭാരമായിരിക്കും. കാരണം മലയാളം BA കുട്ടികൾ സംഗീതം പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അത് സിലബസിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ്. വേടൻ്റെ പാട്ട് ഒഴിവാക്കണം എന്നല്ല അതിൽ പറഞ്ഞത് അത് ആവർത്തിക്കുകയാണ്. വേടൻ്റെ റാപ്പ് സംഗീതവും മൈക്കിൾ ജാക്സൻ്റെ പോപ്പ് സംഗീതവും താരതമ്യപ്പെടുത്താൻ കുട്ടികൾക്ക് സാധിക്കില്ല. മറ്റൊരു നിഗമനം, ആ റിപ്പോർട്ടിൻ്റെ മറ്റൊരു നിഗമനം, കഥകളി സംഗീതവും ശാസ്ത്രീയ സംഗീതവും താരതമ്യപ്പെടുത്താനും ഇതുപോലെ BA മലയാളത്തിന് പഠിക്കുന്ന കുട്ടികൾക്ക് സാധിക്കില്ല, അവർ സംഗീതം പഠിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഇത് നേരെ പറഞ്ഞാൽ വേടൻ്റെ പാട്ട് ഒഴിവാക്കണം എന്ന് നേർക്കുനേരെ പറയാത്ത ഒരു റിപ്പോർട്ടാണ്. പക്ഷെ ഫലം, അതിൻ്റെ ലക്ഷ്യം അതാണെന്ന് വായിച്ചാൽ മനസ്സിലാവും. വേടൻ്റെ പാട്ട് ഉൾപ്പെടുത്തുമ്പോൾ അതിൽ സാഹിത്യവും സംഗീതവും ഒന്നിച്ചാണ്. അതിലിപ്പോൾ അതിൻ്റെ സംഗീതം വേറെ സാഹിത്യം വേറെ എന്ന് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ പോപ്പ് സംഗീതത്തെയും റാപ്പ് സംഗീതത്തെയും താരതമ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി സാമാന്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്നാണ്. BA പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കഥകളി അവർക്ക് വേറെ പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ തുള്ളൽ പഠിക്കാനുണ്ട്, അങ്ങനെ പലതുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതിപ്പോൾ മൈക്കിൾ ജാക്സൻ്റെ സംഗീതവും വേടൻ്റെ സംഗീതവും താരതമ്യപ്പെടുത്തുന്നത് അത്ര വലിയ ഭാരമാവും ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളതാണല്ലോ ഇതൊക്കെ. ഇപ്പോൾ സിനിമയുടെ തിരക്കഥ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നാടകം പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തുള്ളൽ പഠിക്കുന്നുണ്ട്, കഥകളി പഠിക്കുന്നുണ്ട്, അങ്ങനെ പലതും പഠിക്കുന്നുണ്ട്. അതിലൊക്കെ പ്രധാനമായും സാഹിത്യവും അതിൻ്റെ ഉപവിഭാഗമായിട്ട് അതിൻ്റെ സംഗീതം അല്ലെങ്കിൽ നടനം അല്ലെങ്കിൽ താളം അങ്ങനെ പഠിക്കുക, അങ്ങനെയാണ് ഇത് പഠിക്കുക. അതുപോലെ കഥകളി സംഗീതവും ശാസ്ത്രീയ സംഗീതവും താരതമ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെ 2 സംഗീതധാരകളുണ്ട് എന്നും അതിന് എന്തെങ്കിലും തരത്തിലുള്ള താരതമ്യം സാധ്യമാണ് എന്നും അധ്യാപകർ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെപ്പറ്റിയൊക്കെയുള്ള വിവരങ്ങൾ കിട്ടാൻ ഇന്നത്തെ കാലത്ത് ഈ മീഡിയ എത്ര ശക്തമായൊരു കാലത്ത് ഇപ്പോൾ യൂട്യൂബിൽ ചെന്നാലോ ചാറ്റ് GPT ചെന്നാലോ ഒക്കെ ഇത്തരം അനവധി കാര്യങ്ങൾ നമുക്ക് കിട്ടും. പണ്ടത്തെ മാതിരിയല്ല. കഥകളി എന്താണ്, കഥകളി സംഗീതം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരു വിദ്യാർത്ഥിക്കോ ഒരു അധ്യാപകനോ വളരെ കുറച്ച് സമയം മതി ഇപ്പോൾ. കാരണം അതിൻ്റെയൊക്കെ മാതൃക തന്നെ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് ഈ മലയാളം BA വിദ്യാർത്ഥികൾക്ക് ഇത് പിന്നെ ഭാരമാവും എന്ന് പറയുന്നതിന് യുക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പണ്ടിപ്പോൾ കഥകളി പഠിപ്പിക്കുമ്പം അതിൻ്റെ സാഹിത്യമല്ലേ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ വേടൻ്റെ പാട്ടിലും സാഹിത്യം ഉണ്ടാവുമല്ലോ, എത്ര കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് സമകാലികമായ കാര്യങ്ങൾ പഠിക്കുക, പരിചയിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും കുട്ടികളുടെ മനോവികാസം നേടാൻ സഹായിക്കുന്ന ഒരു സംഗതിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം സാങ്കേതികത പറഞ്ഞിട്ട് വേടൻ്റെ പാട്ട് അല്ലെങ്കിൽ മൈക്കിൾ ജാക്സൻ്റെ പാട്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിചയപ്പെടുന്നതെന്ന് കുട്ടികളെ വിലക്കുന്നത് ശരിയല്ല. പിന്നെ കുട്ടികൾ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കാവൂ എന്ന്. ഇപ്പോൾ പണ്ട് കഥകളി പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ്, അതിൽ സാഹിത്യം പഠിപ്പിക്കുക, അതിൽ കഥകളി പദങ്ങൾ ഇപ്പോൾ ക്ലാസ്സിൽ മാഷന്മാരും കാണിക്കുന്നുണ്ടോ, കഥകളി മുദ്ര അല്ല പദം പാടുന്നുണ്ടോ, അല്ലെ മുദ്ര കാണിക്കുന്നുണ്ടോ, ഒന്നുമില്ലല്ലോ. നാടകം എങ്ങനെ സാഹിത്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്, തിരക്കഥ പഠിപ്പിക്കണ്ടല്ലോ, ഇപ്പോൾ സാഹിത്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിൽ പിന്നെ കുട്ടികൾക്ക് പ്രയാസം തോന്നുന്ന ചലഞ്ച് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കണമല്ലോ, എന്നല്ലേ അവരൊക്കെ ശ്രദ്ധിക്കുള്ളൂ. കഥകളി സംഗീതവും എന്ന പേരിൽ, ശാസ്ത്രീയ സംഗീതം എന്ന പേരിൽ ഇങ്ങനെ സംഗീതധാരകളുണ്ട്,
അതെന്താണ് ഏതാണെന്ന് അവർ അന്വേഷിക്കട്ടെ. അധ്യാപകരും അന്വേഷിക്കുമല്ലോ, ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ തരത്തിൽ സമകാലികമായ കാര്യങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് കുട്ടികളെ വിലക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം.